കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേകൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടക മാസം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ശ്രീരാമഭക്തി നിറയുന്ന കാലമാണ്. രാമായണ ശീലുകളുടെയും രാമദർശനത്തിൻ്റെയും പുണ്യകാലമായിട്ടാണ് കർക്കിടക മാസത്തെ കരുതപ്പെടുന്നത്. രാമായണം എന്നാൽ രാമൻ്റെ അയനം, യാത്ര മാത്രമല്ല രാമനിലേക്കുള്ള യാത്രയും കൂടിയാണ്. കർക്കിടക മാസത്തിലെ ആളുകൾ മുഴുവനും നീളുന്ന നാലമ്പല ദർശനവും മുടങ്ങാത്ത രാമായണ പാരായണവുമാണ് ഈ മാസത്തെ ഉത്കൃഷ്ടമാക്കുന്നത്. കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിനൊപ്പം നാലമ്പല ദർശനം പുണ്യദായകമാണെന്നാണ് വിശ്വാസം. നാലമ്പല ദർശനം തൃശ്ശൂരിൽ മാത്രമല്ല, കേരളത്തിലെ മറ്റു ജില്ലകളിലുമുണ്ട്. നമുക്ക് നാലമ്പല ദർശനത്തെക്കുറിച്ച് അറിയാം. ശ്രീരാമപുണ്യം നിറയുന്ന നാലമ്പലങ്ങൾ എവിടേക്കാണെന്നും നോക്കാം. ഇവിടങ്ങളിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പോയി വരാനാകുമോ എന്നും നോക്കാം. നാലമ്പലം ശ്രീരാമൻ്റെയും സഹോദരന്മാരായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെയും പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളാണ്. ഒരേ ദിവസം ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയപ്പെടുന്നത്. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം വിശ്വാസികൾക്കിടയിൽ വളരെ പ്രസിദ്ധമാണെന്ന് എവർക്കും അറിയാമല്ലോ. ഒരേ ദിവസം നാലമ്പല ദർശനം സാധ്യമാകുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ പലയിടത്തുമുണ്ട്. പ്രധാനമായും തൃശ്ശൂർ ജില്ലയിലേതാണ്. തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, ഇരിങ്ങാലക്കുടയിലെ കൂടൽ മാണിക്യം ഭരതക്ഷേത്രം, മൂഴിക്കുളത്തെ ലക്ഷ്മണക്ഷേത്രം, പായമ്മലിലെ ശത്രുഘ്നൻ്റെ ക്ഷേത്രം എന്നീ ഇവിടങ്ങളിലെ നാലമ്പല ദർശനത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. പണ്ടുകാലത്ത് വിദൂരങ്ങളിൽ നിന്നുള്ള ഭക്തർക്ക് നാലമ്പല ദർശനം ദിവസങ്ങൾ നീളുന്ന യാത്രയായിരുന്നു. എന്നാൽ ഇപ്പോൾ യാത്രാ സൗകര്യം മെച്ചപ്പെട്ടതോടെ ഒറ്റ ദിവസം കൊണ്ടുള്ള നാലമ്പല ദർശനം പ്രസിദ്ധമായി. ദുരിതവും വറുതിയും നിറഞ്ഞ കാലമാണ് കർക്കിടക മാസം എന്ന് ഏവർക്കും അറിയാമല്ലോ. ആ സമയത്ത് പുണ്യകരമാക്കാൻ നാലമ്പല ദർശനം ഏറ്റവും യോജിച്ചതാണെന്നാണ് വിശ്വാസം. നാലമ്പല ദർശനവും രാമായണ പാരായണവും ഒക്കെയായി ചിങ്ങമാസത്തിൻ്റെ സമൃദ്ധിയിലേക്കുള്ള കാൽവയ്പും കാത്തിരിപ്പും കൂടിയാണ് നാലമ്പല ദർശനവും രാമായണ മാസാചരണവും. തൃശ്ശൂരിലുള്ള നാലമ്പലങ്ങളുടെ ദർശന ക്രമം ഇപ്രകാരമാണ്. തൃപ്രയാരപ്പനായ ശ്രീരാമഭഗവാനെ ദർശിച്ചിട്ടാണ് നാലമ്പല ദർശനത്തിന് തുടക്കം കുറിക്കുന്നത്. മാണിക്യ ക്ഷേത്രത്തിൽ ഭരതനെയും മൂഴിക്കുളത്ത് ലക്ഷ്മണനെയും പായമ്മലിൽ ശത്രുഘ്നസ്വാമിയെയും ദർശിക്കുന്ന ക്രമത്തിലായിരിക്കണം ദർശനം നടത്തേണ്ടത്. അതായത് തൃപ്രയാർ, കൂടൽമാണിക്യം, മൂഴിക്കുളം, പായമ്മൽ ഇപ്രകാരമാണ് ദർശനക്രമം. ഈ 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയതിനു ശേഷം ഒരിക്കൽ കൂടി തൃപ്രയാറിൽ ദർശനം നടത്തുന്നത് ഒട്ടേറെ ഭക്തരുടെ പ്രത്യേകതയാണ്. അപ്പോഴേ ദർശനക്രമം പൂർത്തിയാവുകയുള്ളൂ, അതായത് ദർശനചക്രം പൂർത്തിയാവുകയുള്ളൂ എന്ന് കരുതുന്ന ഭക്തർ ഏറെയാണ്. എല്ലാ നാലമ്പലങ്ങളിലും ഇതുതന്നെയാണ് ദർശനക്രമം. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ച് അറിയാം. നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കം തൃപ്രയാർ ശ്രീരാമക്ഷേത്ര ദർശനത്തോടെ ആവണമെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ എല്ലായിടത്തു നിന്നുള്ള ഭക്തർ തൃപ്രയാറിൽ എത്തിയാണ് തീർത്ഥാടനത്തിന് തുടക്കമിടുന്നത്. വലത്തേ കൈയിൽ വില്ലും ഇടത്തേ കൈയിൽ ശംഖുചക്രവുമായി സവിശേഷമായ ഭാവത്തിലാണ് തൃപ്രയാറപ്പൻ നിലകൊള്ളുന്നത്. കന്നിമാസത്തിലെ തിരുവോണ നാളിൽ ശ്രീരാമൻ ചിറയിൽ നടക്കുന്ന ചിറകെട്ടോണം എന്ന സേതുബന്ധനം ചടങ്ങ് മറ്റൊരു ശ്രീരാമക്ഷേത്രത്തിലും ഇല്ലാത്ത ഒരു സവിശേഷതയാണ്. വഴിപാടായി രാമായണത്തിലെ 5ാം കാണ്ഡമായ സുന്ദരകാന്ഡം വായന നടക്കുന്നതും തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. ശ്രീരാമന് അർപ്പിക്കുന്ന ഈ ചടങ്ങ് എല്ലാ ദിവസവും രാവിലെ 8:20 നടക്കും. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ ദർശന സമയം നോക്കാം. പുലർച്ചെ 3 നട തുറക്കും. 3:30 മുതൽ ദർശനത്തിന് സൗകര്യമുണ്ടാകും. 5:15 മുതൽ 6:15 വരെയും 6:30 മുതൽ 7:30 വരെയും ദർശനം ഇല്ല. ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 4:30 മുതൽ 8 വരെയും ദർശനം നടത്താം. എന്നാൽ കർക്കിടകത്തിൽ വരിയിൽ ഭക്തരുണ്ടായാൽ എല്ലാവർക്കും ദർശനത്തിന് സൗകര്യമൊരുക്കും. വഴിപാടുകൾ 5 ദിവസം മുൻപ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഈ അമ്പലത്തിൽ ഉണ്ട്. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവിൽ നൈവേദ്യം, മീനൂട്ട്, വെടി, തട്ടം നൈവേദ്യം, ശ്രീലകത്ത് സമ്പൂർണ്ണ നെയ്വിളക്ക്, നെയ്ക്കിണ്ടി, നിറമാല, സ്പെഷ്യൽ പായസം, ഗണപതി ഹോമം, ചുറ്റുവിളക്ക്, ഭഗവതി സേവ എന്നിവ പ്രധാന വഴിപാടുകളാണ്.
കൂടൽമാണിക്യ ക്ഷേത്രത്തെപ്പറ്റി അറിയാം. ഭരതപ്രതിഷ്ഠയാൽ മഹാക്ഷേത്രം എന്നറിയപ്പെടുന്ന ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലേക്കാണ് തൃപ്രയാറിൽ ശ്രീരാമദർശനം പൂർത്തിയാക്കി എത്തുന്ന തീർത്ഥാടകർ പോകുന്നത്. വനവാസത്തിന് പോയ ശ്രീരാമൻ്റെ പാദുകങ്ങൾ ഏറ്റുവാങ്ങി അവ ഭക്തിപുരസ്സരം പൂജിക്കുന്ന ഭരതനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 14 സംവത്സരം ശ്രീരാമപാദുകങ്ങൾ രാജാധികാരമായി വെച്ചാണ് ഭരതൻ നാടുവാണത്. വനവാസത്തിനു ശേഷം ശ്രീരാമൻ അയോധ്യയിൽ എത്തിയെന്നറിയുന്ന ഭരതൻ്റെ പ്രസന്നചിത്ത ഭാവത്തിലുള്ളതാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ദർശന സമയം നോക്കാം. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 3:30 മുതൽ 11:30 വരെയും ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 3:30 മുതൽ വൈകിട്ട് 3 മണി വരെയും ദർശന സമയം ഉണ്ടാകുന്നതാണ്. വൈകിട്ട് 5 മുതൽ 8:30 വരെയാണ്. തിരക്ക് കൂടുതലാണെങ്കിൽ നട അടയ്ക്കുന്നത് വൈകുകയും ചെയ്യും. കൂടൽമാണിക്യത്തിലെ ഭരതഭഗവാന്റെ വഴിപാടുകൾ ഇപ്രകാരമാണ്: താമരമാല, വെടിവഴിപാട്, നെയ്വിളക്ക്, മീനൂട്ട് പ്രദാനം. ക്ഷതസേവയ്ക്ക് തുല്യമായ മുക്കുടി നിവേദ്യം ഇവിടുത്തെ അപൂർവമായ വഴിപാടാണ്. ഇനി മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രത്തെ പറ്റി അറിയാം. നാലമ്പല ദർശനത്തിൽ 3ാമത്തെ ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ പാറക്കടവ് പഞ്ചായത്തിലെ മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം 28 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിലെത്താം. 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ലക്ഷ്മണൻ്റെ പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രമെന്ന് കരുതപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലമാണിത്. അവിടുത്തെ ദർശന സമയം നമുക്ക് നോക്കാം. രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 5 മുതൽ 8:30 വരെയുമാണ് ദർശന സമയം. അവധി ദിനങ്ങളിൽ തിരക്കനുസരിച്ച് 4:30 മുതൽ 2 വരെയും വൈകിട്ട് 4:30 മുതൽ 9 വരെയുമാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിലെ വഴിപാട് വിവരങ്ങൾ അറിയാം. മുഴുക്കാപ്പ്, പാൽപ്പായസം, ഗണപതിക്ക് ഒറ്റയപ്പം, ഉണ്ണിയപ്പം, അവൽ നിവേദ്യം, ശർക്കര പായസം എന്നിവയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ. പാൽപ്പായസം രാവിലെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇനി പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തെപ്പറ്റി അറിയാം. നാലമ്പല ദർശനത്തിലെ അവസാനമെത്തുന്ന ക്ഷേത്രമാണ് പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ദർശന സമയം രാവിലെ സാധാരണ ദിവസങ്ങളിൽ 5:30 മുതൽ 2 മണി വരെയാണ്. വൈകിട്ടാണെങ്കിൽ 4:30 മുതൽ 9 മണി വരെയാണ് ദർശന സമയം. തീർത്ഥാടകരുടെ തിരക്കനുസരിച്ച് നട അടയ്ക്കുന്നത് വൈകുന്നതാണ്. പ്രധാനപ്പെട്ട വഴിപാടുകൾ: സുദർശന പുഷ്പാഞ്ജലി, ശത്രുസംഹാര മന്ത്രാർച്ചന, സുദർശന ചക്രം നടയ്ക്ക് സമർപ്പിക്കൽ, പൂജിച്ച സുദർശന ചക്രം എന്നിവയാണ്. ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി തിരികെ തൃപ്രയാർ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുമ്പോഴാണ് നാലമ്പലം എന്ന തീർത്ഥാടക ചക്രം പൂർത്തിയാവുന്നത് എന്നും ഒട്ടേറെ ഭക്തർ വിശ്വസിക്കുന്നുണ്ട്. മറ്റു നാലമ്പല ദർശനങ്ങളെക്കുറിച്ചും അറിയാം. കോട്ടയത്തെ നാലമ്പല ദർശനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. തെക്കു മേഖലയിൽ ഏറ്റവും തിരക്കേറിയ നാലമ്പല ദർശനമാണ് കോട്ടയം ജില്ലയിലെ പാലായ്ക്ക് സമീപം രാമപുരത്തിനും സമീപങ്ങളിലുമായുള്ള 4 ക്ഷേത്രങ്ങൾ. രാമപുരത്ത് ശ്രീരാമക്ഷേത്രം, അമനകരയിൽ ഭരതക്ഷേത്രം, കുടപ്പുലത്ത് ലക്ഷ്മണക്ഷേത്രം, മേതിരിയിൽ ശത്രുഘ്നക്ഷേത്രം. എല്ലാ ക്ഷേത്രങ്ങളും 3 കിലോമീറ്റർ അകലങ്ങളിലാണ് ഉള്ളത്. കോട്ടയത്തു നിന്ന് ഏറ്റുമാനൂർ, പാല വഴി രാമപുരത്ത് എത്താവുന്നതാണ്. ഇനി മറ്റൊരു നാലമ്പല ദർശനമുള്ളത് പിറവം നാലമ്പല ദർശനമാണ്. എറണാകുളം ജില്ലയിൽ പിറവത്തിന് സമീപത്തായുള്ള നാലമ്പലങ്ങളിലും ദർശനം നടത്താവുന്നതാണ്. മാമലശ്ശേരി ശ്രീരാമക്ഷേത്രം, മേമുറി ഭരതക്ഷേത്രം, മുളക്കുളം ലക്ഷ്മണക്ഷേത്രം, നെടുങ്ങാട് ശത്രുഘ്നക്ഷേത്രം എന്നിവയാണ് പിറവത്തുള്ള നാലമ്പല ക്ഷേത്രങ്ങൾ. ഇനിയുമുണ്ട് പാലക്കാട് നാലമ്പല ക്ഷേത്രങ്ങളാണ്. പാലക്കാട് ജില്ലാ അതിർത്തിയിൽ തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെട്ട തിരുവില്വാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ രാമലക്ഷ്മണന്മാരെ ദർശനം നടത്തി നാലമ്പല ദർശനം തുടങ്ങാവുന്നതാണ്. തുടർന്ന് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നത്തിന് സമീപം പുൽപ്പുരമന്തത്തെത്തി ഭരതനെ തൊഴുത ശേഷം കുത്തന്നൂർ റോഡിൽ കൽക്കുളത്തെത്തി ശത്രുഘ്നെയും തൊഴുത് നാലമ്പല ദർശനം പൂർത്തിയാക്കാവുന്നതാണ്. ഇനി മലപ്പുറം ജില്ലയിലെ നാലമ്പല ദർശനത്തെക്കുറിച്ച് നോക്കാം. മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടിരി പഞ്ചായത്തിലെ രാമപുരത്തും പരിസരത്തുമായാണ് നാലമ്പലങ്ങൾ ഉള്ളത്. ജില്ലാ ആസ്ഥാനമായ മലപ്പുറം നഗരത്തിൽ നിന്ന് പാലക്കാട് റോഡിൽ രാമപുരത്താണ് ശ്രീരാമക്ഷേത്രം ഉള്ളത്.
അതിനടുത്തായി തന്നെ ലക്ഷ്മണക്ഷേത്രവും കരിഞ്ചാംപാറയിൽ ഭരതക്ഷേത്രവും നാറാണത്ത് എന്ന സ്ഥലത്ത് ശത്രുഘ്നസ്വാമി ക്ഷേത്രവും ഉണ്ട്. ാണ് മലപ്പുറത്തിലെ നാലമ്പല ദർശന കേന്ദ്രങ്ങൾ ഉള്ളത്. ഇനി കണ്ണൂരിലെ നാലമ്പല ദർശന കേന്ദ്രങ്ങൾ നോക്കാം. ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ നാലമ്പല ദർശനം മുഖ്യമായും നീർവേലി ശ്രീരാമക്ഷേത്രത്തിലാണ് തുടങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കൂത്തുപറമ്പ് മട്ടന്നൂർ റോഡിലാണ് ഈ ശ്രീരാമക്ഷേത്രം നിലകൊള്ളുന്നത്. ഇവിടെ ദർശനം കഴിഞ്ഞ് ഇളയാവൂർ ഭരത ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം മട്ടന്നൂർ ഉരുവച്ചാലിനു സമീപത്തെ മണക്കായി റോഡിലെ പെരിഞ്ചേരി ക്ഷേത്രത്തിലേക്കാണ് യാത്ര പോകുന്നത്. ലക്ഷ്മണ സങ്കല്പത്തിലെ മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇവിടെ. തുടർന്ന് ഇരിട്ടിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള പായത്തെ ശത്രുഘ്ന ക്ഷേത്രത്തിലും കൂടെ ദർശനം നടത്തുന്നതോടെ കണ്ണൂരിലെ നാലമ്പല ദർശനം പൂർത്തിയാകുന്നു. ഭക്തർ അവരവരുടെ ഏറ്റവും അടുത്തുള്ള നാലമ്പല ക്ഷേത്രങ്ങളിൽ ഈ കർക്കിടക മാസം ദർശനം നടത്തി പുണ്യം നേടാവുന്നതാണ്. പുണ്യം നിറഞ്ഞ ഈ കർക്കിടക മാസത്തിൽ ഏവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെയും ഭരത ലക്ഷ്മണ ശത്രുഘ്ന സ്വാമികളുടെയും നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.